വെൽക്കം ടു എപ്പിസ് വേൾഡ്. ഒരു വർഷം കഴിഞ്ഞ് ചെറുതേനീച്ചക്കൂട് തുറന്നപ്പോൾ നിറയെ തേനും പൂമ്പൊടിയും മുട്ടയും. എന്നാൽ തേൻ എടുത്തിട്ട് പിരിക്കാൻ തന്നെ തീരുമാനിച്ചു. തേൻ നിറച്ചു വെച്ചിരിക്കുന്ന മുന്തിരിക്കുലകൾക്ക് സമാനമായ അറകൾ മുറിച്ചെടുത്ത് തേൻ വേർതിരിച്ചെടുത്ത് സംസ്കരിച്ചെടുക്കലാണ് രീതി. ധാരാളം മുട്ടകൾ ഉള്ളതിനാൽ പുതിയൊരു കാലിക്കൂടിലേക്ക് പകുതി മുട്ടകളെ മാറ്റാം. റാണിയെ കിട്ടിയതിനാൽ റാണിയും പുതിയ കൂട്ടിലേക്ക് തന്നെ പോകട്ടെ. ഡയഗണൽ പാർട്ടീഷൻ രീതി സ്വീകരിച്ചിരിക്കുന്നതിനാൽ ഒരു ഭാഗത്ത് തേനും പൂമ്പൊടിയും മുട്ടയും മറുഭാഗത്ത് തേൻ മാത്രവും നിറയ്ക്കുന്നു. അതുകൊണ്ട് കോളനിക്ക് ക്ഷതമില്ലാതെ തന്നെ തേൻ എടുക്കുകയും ചെയ്യാം. പുതിയ കൂട്ടിലേക്ക് കൂടുതൽ മുട്ടകൾ ആവശ്യമെങ്കിൽ പഴയ കൂട്ടിൽ നിന്നും കൂടുതൽ മുട്ടകൾ ആഡ് ചെയ്തു കൊടുക്കാം. റാണിയില്ലാത്ത പഴയ കൂട്ടിലെ റാണി മുട്ട 1.5 മാസം കഴിയുമ്പോൾ വിരിഞ്ഞിറങ്ങിക്കൊള്ളും. എല്ലാം കഴിഞ്ഞ് ഒരു കോട്ടൺ തുണി കൊണ്ട് തേനിന്റെ നനവുകൾ തുടച്ചു മാറ്റിയ ശേഷം പഴയ കൂട് പഴയ സ്ഥാനത്തും പുതിയ കൂട് പുതിയ സ്ഥാനത്തും സ്ഥാപിക്കലോടെ തേനെടുപ്പും പിരിക്കലും കഴിഞ്ഞു.